IPL-ൽ 17 വർഷങ്ങളായിട്ടും ഒരു കിരീടം പോലും സ്വന്തമാക്കാൻ സാധിക്കാത്ത നിർഗുണ ടീം. വമ്പന്മാരെ അണിനിരത്തിയിട്ടും ചെറിയ ടീമിനോട് പോലും പൊരുതാൻ സാധിക്കാത്ത ടീം. ഇതൊക്കെയായിരുന്നു ഇത്തവണത്തെ IPL-ലേക്ക് കടന്നു വരുമ്പോൾ ബാംഗ്ലൂരിനെ പറ്റി പലരും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒരു 2.0 വേർഷൻ IPL-ൽ കാണുകയാണ്. ഇതുവരെയും ബാംഗ്ലൂരിന് ബാലികേറാമലയായിരുന്ന ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയവും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയവും ഇതിനോടകം തന്നെ പിടിച്ചടക്കി റെക്കോർഡുകൾ കൊണ്ട് കവചം തീർക്കാൻ പട്ടിദാരിൻ്റെ നേതൃത്വത്തിൽ ഈ നിരയ്ക്ക് സാധിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയുടെ തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂർ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ മികവ് പുലർത്തിയായിരുന്നു ബാംഗ്ലൂരിൻ്റെ വിജയം. മുൻപ് മഞ്ഞപ്പടയുടെ തട്ടകമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലും ഇതേ രീതിയിൽ ഒരു റെക്കോർഡ് വിജയം സ്വന്തമാക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു. 17 വർഷങ്ങൾ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങിയ ബാംഗ്ലൂരിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു അന്ന് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ബാക്കി പത്രമാണ് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ബാംഗ്ലൂർ നടത്തിയത്. മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ടീം 221 റൺസ് സ്വന്തമാക്കുകയായിരുന്നു. എന്നെന്നും ബാംഗ്ലൂരിൻ്റെ രക്ഷകനായി നിന്നിട്ടുള്ള വിരാട് കോഹ്ലിയുടെ തകർപ്പൻ പ്രകടനം മത്സരത്തിൽ കണ്ടു. 42 പന്തുകളിൽ 67 റൺസായിരുന്നു ക്ലാസിക് കോഹ്ലി നേടിയത്. ഒപ്പം യുവരക്തമായ രജത് പട്ടിദാർ 32 പന്തുകളിൽ 64 റൺസ് നേടി ബാംഗ്ലൂരിന് മികച്ച ഫിനിഷും നൽകി. ഇങ്ങനെ തങ്ങൾ നേടിയ 221 റൺസ് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാംഗ്ലൂർ ബോളർമാർ കളത്തിലെത്തിയത്. തുടക്കം മുതൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കി മുൻപോട്ട് പോകാൻ ബാംഗ്ലൂർ ബോളർമാർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇതിനിടെ മുംബൈയുടെ മധ്യനിര ബാറ്റർമാരായ തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും ബാംഗ്ലൂരിന് ഭീഷണി സൃഷ്ടിച്ചു. ഇരുവരും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ചപ്പോൾ വിജയം മുംബൈയുടെ കയ്യിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. 29 പന്തുകളിൽ 56 റൺസാണ് തിലക് വർമ്മ മത്സരത്തിൽ നേടിയത്. 15 പന്തുകളിൽ 42 റൺസ് നേടാൻ പാണ്ഡ്യയ്ക്കും സാധിച്ചു. എന്നാൽ ഈ ബാറ്റർമാരുടെ ഉശിരിന് മുൻപിലും തകർന്നു പോകുന്ന വീര്യമായിരുന്നില്ല ബാംഗ്ലൂരിൻ്റേത്. അവസാന ഓവറുകളിൽ കൃത്യമായ രീതിയിൽ പന്തെറിഞ്ഞ് തിരിച്ചു വരാൻ ടീമിന് സാധിച്ചു. ഇങ്ങനെ മത്സരത്തിൽ 12 റൺസിൻ്റെ വിജയമാണ് ബാംഗ്ലൂർ സ്വന്തമാക്കിയത്. ഈ വിജയം വലിയൊരു പ്രസ്താവന തന്നെയാണ്. ബാംഗ്ലൂർ എന്ന ടീമിനെ എഴുതിത്തള്ളിയവർക്ക് മുൻപിലുള്ള വലിയ തിരിച്ചടിയാണ് ഇത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും തങ്ങൾ ഇത്തവണ എത്രമാത്രം സന്തുലിതമാണ് എന്ന് തുറന്നു പറയാൻ ബാംഗ്ലൂരിന് ഈ മത്സരത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. എതിർ ടീമുകൾ കരുതിയിരുന്നുള്ളൂ എന്ന സന്ദേശമാണ് ഈ വിജയം നൽകുന്നത്.